ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ക്യാൻവാസ് വെച്ചിട്ട് എങ്ങനെ നമുക്ക് നെക്ക് നല്ല നീറ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു തിളക്കമുള്ളൊരു സൈഡുണ്ട്, നമുക്ക് അയൺ ചെയ്ത് ഒട്ടിക്കേണ്ട, തുണിയിലേക്ക് ഒട്ടിക്കേണ്ട ഒരു സൈഡുണ്ട്. അത് ആ ഭാഗത്ത് അകത്ത് വരുന്ന പോലെ പുറം വശം വെച്ച് നമ്മൾ പുറത്ത് അടയാളപ്പെടുത്തുക. മടക്കി വെച്ചതിന് ശേഷം ഇതുപോലെ മടക്കി വെച്ചതിന് ശേഷം നെക്കിൻ്റെ ഇറക്കം എത്രയാണ് നമ്മൾ എടുക്കുന്നത് അത് അവിടെ അടയാളപ്പെടുത്തുക. ഇവിടെ ഞാൻ 5.5 എനിക്ക് വേണ്ടത്. അപ്പം 1/2 ഇഞ്ച് ഷോൾഡറിൻ്റെ ജോയിൻറ്റും ചേർത്ത് 6 അടയാളപ്പെടുത്തി. നെക്കിൻ്റെ അകലം വന്നിട്ട് 2.5 ഇത് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് താഴെ നമ്മൾ 2.5 അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് നമുക്ക് നേരെ ഒന്ന് സ്കെയിലുണ്ടെങ്കിൽ അതിൽ നിന്ന് വരച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിട്ട് കിട്ടും. ചെറിയ സ്കെയിലുണ്ടെങ്കിൽ ഞാൻ ടേപ്പ് വെച്ച് തന്നെയാണ് വരച്ചിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ യു നെക്കാണ് എടുക്കുന്നത്. അപ്പോൾ ആ മൂലയൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് റൗണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ലൈനിങ് ഇല്ലാത്ത ഒരു ടോപ്പിലേക്കാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു 1/2 ഇഞ്ച് വിട്ടിട്ട് ഇങ്ങനെ ഒന്ന് ക്യാൻവാസ് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുക. അത് കട്ട് ചെയ്തെടുക്കേണ്ടതാണ്. നമ്മൾ ഈ 2 ലൈനെ കൂടി കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ തുണിയിലേക്ക് അതിൻ്റെ ഒരു നടുവശം നമ്മൾ മടക്കിയ സൈഡിൽ മുകളിലൊരു അടയാളം കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് നേരെ നമ്മൾ തുണിയിലേക്ക് അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മുകൾ സൈഡ് നമ്മൾ മുറിച്ച് മാറ്റേണ്ടതുകൊണ്ട് അത് ഒട്ടിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അയൺ ചെയ്ത് കഴിഞ്ഞ് നമ്മളൊരു സൈഡിലൊരു 1/4 ഇഞ്ച് ഇങ്ങനെ നിർത്തിയിട്ട് ബാക്കി തുണി മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ സൈഡ് ചേർത്ത് നമ്മളൊന്ന് അടിച്ചു കൊടുക്കുക. ചുറ്റും ഒന്ന് അടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ചുരിദാർ ടോപ്പിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ആ ഭാഗം നമ്മൾ നെക്ക് മുറിച്ചിട്ടില്ല. അപ്പോൾ ഈ ക്യാൻവാസ് ഇങ്ങനെ ഇതിലേക്ക് സെൻറ്ററിലൊരു അടയാളം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ നെക്കിൻ്റെ ഭാഗത്തും ഒരു അടയാളം കൊടുത്തത് രണ്ടും കൂടി ഒരുപോലെ വരുന്നത് പോലെ ചേർത്ത് വെച്ചിട്ട് നടുവശത്ത് കുറച്ച് താഴെ വരെ നമ്മളൊന്ന് അടിച്ചു കൊടുക്കുക. അത് നമ്മൾ അടിച്ച് വരുമ്പം മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് നമ്മൾ ആ സൈഡിൽ ഒന്ന് അടിച്ച് വരാം. നമുക്ക് ഇതിൽ കൊള്ളാതെ തന്നെ അടിക്കുക. നമ്മൾ ഏത് ക്യാൻവാസിൽ കൊള്ളാതെ തന്നെ നല്ല രീതിയിൽ അടിച്ച് വരിക. എന്നിട്ട് നമ്മൾ അടിച്ച് വന്നിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ആ ഒരു 1/4 ഇഞ്ച് നിർത്തിയതിന് ശേഷം ക്യാൻവാസിൻ്റെ ഇപ്പുറത്തേക്ക് ഉള്ളിലേക്ക് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ നമ്മൾ ഈ ക്യാൻവാസ് വെച്ചിട്ടുള്ളത് നല്ല വശത്താണ്. നമ്മുടെ ചുരിദാർ ടോപ്പിൻ്റെ തുണിയുടെ നല്ല വശത്ത് വെക്കണം. എന്നിട്ട് മോശം സൈഡിലേക്ക് നമ്മൾ തിരിച്ചിടാനുള്ളതാണ്. ഇത് നമ്മൾ നല്ല രീതിയിൽ നെക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഓരോ കട്ട് കൊടുക്കണം. നല്ല രീതിയിൽ നമുക്ക് തിരിഞ്ഞ് വരുമ്പോൾ ചുളിവൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നുവെച്ചാൽ പോളിസ്റ്റർ തുണിയാണ്. നമുക്ക് കോട്ടണിലൊക്കെ ക്യാൻവാസ് ഒട്ടിച്ചാൽ നല്ല രീതിയിൽ ഒട്ടിക്കിട്ടും. ഇത് മെറൂണിൻ്റെ തന്നെ നമുക്ക് ലൈനിങ്ങോ അല്ല കോട്ടൻ്റെ വേറെ തുണിയോ ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് ക്യാൻവാസ് അയൺ ചെയ്തെടുത്തിട്ട് ഇതുപോലെ ചെയ്യാൻ പറ്റും. അതിൻ്റെ ആ നല്ല കുഴിയുള്ള അവിടെയൊക്കെ നല്ല രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ. എന്നിട്ട് ഇങ്ങനെ മടക്കിയതിന് ശേഷം ഈ കാണിക്കുന്നിടത്ത് ഈ ക്യാൻവാസിൽ കൂടി നമുക്കൊന്ന് അടിച്ച് വരാം. ഒരടിപ്പൊന്ന് അടിച്ച് വരാം. അടിച്ച് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് മോശം സൈഡിലേക്ക് തുണിയുടെ മോശം വശത്തേക്ക് അകത്തേക്ക് മടക്കി വെച്ചിട്ട് നമുക്കൊരു സൈഡിൽ കൂടെ ഇങ്ങനെ അടിച്ച് വരാം. ആ സൈഡിൽ കൂടെ അടിച്ച് വന്നിട്ട് നമ്മളിത് അല്ലെങ്കിൽ പുറകു സൈഡിൽ നമുക്ക് കൈത്തുന്നൽ ചെയ്യേണ്ടി വരും. അപ്പം നമ്മൾ സൈഡിൽ കൂടെ ഒന്ന് അടിക്കുന്നുണ്ട്. ഒരു 1/2 ഇഞ്ച് മാറ്റി ഒന്ന് അടിച്ച് വരുന്നുണ്ട്. നമുക്ക് അടിച്ചിട്ട് വരാം. നമുക്ക് അടിച്ചിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു സൈഡിൽ കൂടി
നമ്മൾ അടിച്ചിട്ടുണ്ട്. അരികിൽ കൂടി അടിച്ചിട്ടുണ്ട്, സൈഡിൽ കൂടി അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൈത്തുന്നലൊന്നും ആവശ്യമില്ലാതെ ക്യാൻവാസ് നല്ല രീതിയിൽ ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ ബേക്ക് സൈഡിലും ഇത് ഫ്രണ്ട് സൈഡാണ്. അപ്പം ബേക്കിൽ നമുക്ക് ക്യാൻവാസ് വെക്കണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ തന്നെ തുണി ഇതുപോലെ നമുക്ക് ഒരു 1/2 ഇഞ്ചിൽ ഇങ്ങനെ 1 ഇഞ്ചിൽ നമുക്ക് ഇതുപോലെ ക്യാൻവാസ് മുറിച്ച പോലെ തുണി മുറിച്ചിട്ട് ഇതുപോലെ അടിച്ച് പിടിപ്പിക്കാം. എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.